നമ്മൾ ഇന്നുള്ളത് നമ്മുടെ റിജിനേറിൻ്റെ സൈത്തേൻ്റെ ഫാമിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബൾക്കായിട്ട് ഇവർ ചെയ്യുന്ന ഒരു ഏരിയയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ ഒക്കെ വലുപ്പവും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൈത്തേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. സൈത്തേട്ടാ, അപ്പോൾ എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ? നമ്മളിവിടെ ഒരു വലിയൊരു ഏരിയയിൽ നമ്മളൊരു ഫാം ഡെവലപ്പ് ചെയ്തതാണ്. ഇതുപോലത്തെ ഒരു 4-5 ഷെഡ് നമ്മൾ ഓൾറെഡി പണിത് കഴിഞ്ഞപ്പോൾ. ഇതിൻ്റെയൊക്കെ കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാണ് ഓരോ ടാങ്കിൻ്റെ? ഓരോ ടാങ്ക് ഏകദേശം 2000 ലിറ്റർ വെള്ളം കൊള്ളും. 9.6 സൈസ്. 9 അടി നീളം, 6 അടി വീതി. അതായത് നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നതൊക്കെ ഈ ഏരിയയിലാണുള്ളത്. നമ്മളിവിടെയാണ് ചെയ്യണേ. ഇതിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5-6 വെറൈറ്റി ആണ് ഇവിടെ മെയിനായിട്ട് ചെയ്യണേ. ഓക്കെ, ഏതൊക്കെയാണ്? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ HP പാസ്റ്റിലുണ്ട്, ഫുൾ ബ്ലാക്ക്, പർപ്പിൾ ഡ്രാഗൺ ഉണ്ട്, ചില്ലി മൊസൈക്ക്, പ്ലാറ്റിനം റെഡ്, HB ബ്ലൂ. ഓക്കെ, അതായത് നമ്മളെ ബൾക്കായിട്ട് ചെയ്താലും സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുക എന്നുള്ള ഉറപ്പുള്ള ബ്രീഡുകളെയാണ് നമ്മൾ ഒന്നിച്ചിവിടെ ചെയ്യണമല്ല. അതാണ് നമുക്ക് ബൾക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഓക്കെ, സ്റ്റെബിലിറ്റി കറക്റ്റായിട്ട് നിന്ന് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്ത് പോകാൻ പറ്റും. ബൾക്ക് ആണെങ്കിൽ പോലും ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും നോക്കുന്നുണ്ടല്ലേ? നമ്മൾ ബ്രൂട്ട്സ് കറക്റ്റ് സെലക്ട് ചെയ്തിടുക. ബ്രൂട്ട്സ് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് വേലാണ് ഇവിടെ. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാം. ഓൾറെഡി വലിയ ടാങ്ക് ഇപ്പോൾ പറഞ്ഞപ്പോൾ വാട്ടർ ചേഞ്ചിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? വാട്ടർ ചേഞ്ച് നമ്മൾ എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ് ആക്കിയത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയാൻ പറ്റും. നമ്മൾ റെഗുലർ ഓൾമോസ്റ്റ് വാട്ടർ ചേഞ്ച് ഉണ്ട്. റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ടാങ്കിൽ ഏകദേശം 1000-1500 ഫിഷ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മോട്ടർ അടിക്കുമ്പോൾ ഓരോ വാൽവ് തുറന്നു കഴിഞ്ഞാൽ 2 ടാങ്കിലേക്ക് ഓട്ടോമാറ്റിക് വെള്ളം വരും. ഓവർഫ്ലോ ആയിട്ട് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടെ നമ്മളൊരു 4 ഇഞ്ച് താഴെ ഓവർഫ്ലോ പൈപ്പ് നെറ്റ് വെച്ചിട്ട് അടച്ചേക്കുക. അപ്പോൾ ഇത് വെള്ളം നിറയുന്നതനുസരിച്ചിട്ട് ഒരു 20% വെള്ളം പുറത്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മാൻ പവർ കുറവാണ്. ഇത് മൊത്തം നമുക്ക് ഇവിടെ ഒരു 60 ടാങ്ക് വലുപ്പത്തിലുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഈ 60 ടാങ്കും വാട്ടർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഒരു 3/4 മണിക്കൂർ കൊണ്ട് കഴിയും. സിമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത്. ഇപ്പോൾ 2 HP മോട്ടറാണ്. അപ്പോൾ 4-6 ടാങ്കിലേക്ക് ഒരേ ടൈമിൽ വെള്ളം നമ്മൾ തുറന്നു വിടും. ഇതിപ്പോൾ നമ്മൾ പ്ലാറ്റിനം റെഡിൻ്റെ കുട്ടികൾ ഇറക്കിയിരുന്നതാണ്. ഇപ്പോൾ 1 മാസം ആവാറായി. ഇയറൊക്കെ വന്നു തുടങ്ങി. നമ്മളൊരു ടാങ്കിൽ തന്നെ ഏകദേശം ഒരു 1000-1500 കുട്ടികളൊക്കെ സുഖമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ കോരുമ്പോൾ തന്നെ കാണാം. ഇതിപ്പോൾ ഒരു ടാങ്കിൽ നമ്മൾ ജസ്റ്റ് കോരിയപ്പോഴുള്ള കാഴ്ചയാണല്ലേ? ചെറിയൊരു വല കൊണ്ട് കോരി നമുക്ക് വലിയ വല എടുത്ത് കോരി നല്ല രീതിയിൽ കൗണ്ട്. ഇതിലിപ്പോൾ 4 ഇരട്ടി നമ്മളിപ്പോൾ ടാങ്കിൽ ഇപ്പോൾ ഉണ്ടാവും. 4 ഇരട്ടി അല്ല, അതിലും കൂടുതലുണ്ട്. 10 ഇരട്ടി ഉണ്ടാവില്ലേ? കാരണം ഒരു ഏരിയയിൽ മാത്രമാണ് നമ്മളിപ്പോൾ കോരിയത്. ഇത്രയും ഒരു ചെറിയ വല കൊണ്ട് കോരിയപ്പോൾ തന്നെ നമുക്ക് ഒരു 200 ഫിഷൊക്കെ സുഖമായിട്ട്. ഓക്കെ. ഇതുപോലെ നമ്മൾ ഈ 5-6 വെറൈറ്റി നല്ല രീതിയിൽ എണ്ണത്തിൽ തന്നെ ചെയ്യേണ്ടത്. ബൾക്കിലുള്ള തന്നെ ജപ്പാൻ ബ്ലൂ ടൈലിൻ്റെ ഡംബോയർ വെറൈറ്റി. ഇതിൽ തന്നെ ഒരു പ്രിന്റ് ഉള്ള ഐറ്റം കൂടി ഇറങ്ങുമല്ലേ അതിൽ? നമുക്ക് അങ്ങനെ വരില്ല, പക്ഷെ എന്നാലും വരും, കുറച്ച് വരും, ഇല്ലാന്ന് പറയുന്നില്ല. റയർ ആയിട്ട് ഇറങ്ങുമല്ലേ? അത് ആ ഒരു ലൈനേജിന്റെ പ്രത്യേകത തന്നെയാണ്. അതെ. ഓക്കെ, ഇത് നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. ബൾക്കാണ്. ഇതിന്റെ ഇയർ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ എത്രയാണ്? ഓൾമോസ്റ്റ് എല്ലാത്തിനും കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ പാസ്റ്റലിന്റെ ടാങ്കാണ് കേട്ടോ, ബൾക്ക് ചെയ്യുന്ന ടാങ്ക് പാസ്റ്റലിന്റെ. ഇതിൽ നമുക്ക് കാണാം അത്യാവശ്യം നമുക്ക് ഉണ്ട്. ഇതേമാതിരി വേറെ ടാങ്കുകളിലും ഉണ്ട് നമ്മളുടെ കയ്യിൽ. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ബൾക്ക് ക്വാണ്ടിറ്റി ആണ് കേട്ടോ, എല്ലാം നല്ല അത്യാവശ്യം ക്വാളിറ്റി നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ പർപ്പിൾ ഡ്രാഗൺ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്ന സംഭവമാണ്. അത് നമ്മൾ നേരത്തെ റിബൺ കണ്ടു. ഇത് നോൺ റിബൺ ആണല്ലോ വരുന്നത്? നോൺ റിബൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മുടെ അടുത്തുണ്ട്. ഒരു 100-200 പീസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനുണ്ടല്ലേ? കൊടുക്കാം. സ്റ്റെബിലിറ്റി ഒക്കെ സെയിം പാരന്റിന്റെ അതേ സ്റ്റെബിലിറ്റി തന്നെ കിട്ടും. നമ്മളെ ബൾക്ക് ചെയ്യുന്ന ടാങ്കിൽ നമുക്ക് ഈ ഒരു ടാങ്കിൽ ഏതാണുള്ളത്? ബ്ലാക്ക് നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ? ഈ ടാങ്കിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കോരി വെക്കുന്നതല്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തേക്ക് തന്നെ ഇടാം കേട്ടോ, എന്നാലേ കാണുള്ളൂ കേട്ടോ. നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? ഇത് പർപ്പിൾ ഡ്രാഗൻ്റെ ആണ് കേട്ടോ, പർപ്പിൾ ഡ്രാഗൻ്റെ ടാങ്കാണത്. അതും നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സംഭവം. ബൾക്കായിട്ട് കൊടുക്കാനുള്ളതുണ്ടല്ലേ? ഉണ്ട്. ജസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം പിടിച്ചതാണ്. ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ ടാങ്കാണ് കേട്ടോ. പ്ലാറ്റിനം റെഡ് നമ്മളിപ്പോൾ പിടിച്ചതാണ്. ഇത് ബൾക്ക് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു ഇയർ ക്വാളിറ്റി? അതെ, ഇത് ബൾക്കിൻ്റെ ഇയർ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. ഓക്കെ. എങ്ങനെയുണ്ട്? അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ എടുത്താലും അത്യാവശ്യം ഇയർ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് എല്ലാം. നല്ല ആക്റ്റീവ് ആണ് കേട്ടോ എല്ലാവരും.
ചില്ലി മൊസൈക്കിൻ്റെ ബൾക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളറുള്ള വെറൈറ്റിയാണ്. ബൾക്കായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ? അത്യാവശ്യം സ്റ്റേബിളാണ്. നമുക്കെല്ലാം ഈ പറയുന്ന പോലെ ഡംബയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് തന്നെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ഷോപ്പിലേക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കഴിയുമോ? പിന്നെന്താ, നമ്മൾ ബൾക്കായിട്ട് കൊടുക്കുന്നതാണ് ഇത് മെയിനായിട്ട്. ഷോപ്പിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ടല്ലേ? ബൾക്കിൻ്റെ പാരൻറ്റ് സ്റ്റോക്കിനെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ സൈതാട്ടൻ ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഒരു നെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതുണ്ടോ, രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ? ഈ ടാങ്കിന് തന്നെ നെറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ബ്രൂട്ട് സ്റ്റോക്കുകളും അതിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഭാഗത്തേക്ക് പുറത്തേക്ക് ഓരോ തന്നെ പ്ലാന്റ് ഉണ്ട്. എന്നാലും അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ബൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിമിയ തന്നെയാണ് ഫീഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതാണ് ആർട്ടിമിയ അവിടെ ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ റെഗുലർ ഇതിൽ നിന്ന് കുട്ടികളെ കളക്ട് ചെയ്തിട്ട് വേറെ ഗ്രോ ടാങ്കിലേക്ക് മാറ്റും റെഗുലറായിട്ട്. ഓക്കെ ഓക്കെ. ഇതിൽ വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ചിട്ട് ഗ്രോ ടാങ്കിലേക്ക് മാറ്റുകയാണല്ലേ ചെയ്യാറുള്ളത്? ഓക്കെ. ഇതിപ്പോൾ ഏതാ മിക്സ്ഡ് ആണോ ചെയ്യണേ? ഓക്കെ. ഇതാണ് അപ്പോൾ നമ്മളെ ബൾക്കിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നല്ലേ? ഇതിലൊക്കെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഫിഷ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? പാരൻറ്റ് സ്റ്റോക്ക് 100 പേരിനൊക്കെ അടുത്ത് പാരൻസ്, അതായത് മദർ പാരൻസ് എന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ ഇറക്കാൻ വേണ്ടി നമ്മൾ ഇട്ടിക്കണല്ലേ? അതല്ലാതെ തന്നെ സാധാ ബ്രീഡിങ് വലിയ ബ്രീഡിംഗ് ബോക്സുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? അതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾ നോക്കിക്കണ്ട, കുട്ടികളൊക്കെ വന്നിങ്ങനെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ് നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങൾ ഒരേ സൈസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണല്ലേ? നമ്മൾ കോംപ്രമൈസ് ഫുഡിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. ബൾക്കാണ് എന്നുള്ള റീസൺ കൊണ്ട് നമ്മൾ ഫുഡിൽ കോംപ്രമൈസ് ചെയ്യാം. ആർട്ടിമിയ ഒരു നേരം നമ്മൾ ആർട്ടിമിയ തന്നെയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ 2 പാർട്ടായിട്ട് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ തന്നെയായിരുന്നു നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ.